ഹായ് കൂട്ടുകാരെ, പൂക്കളെയും പച്ചക്കറികളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും റുക്കിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കഴിഞ്ഞ വർഷത്തെ പൂച്ചട്ടികൾ ഒന്ന് റീപോർട്ടിങ് ചെയ്യാണ്. കഴിഞ്ഞ വർഷം കുറേ പൂക്കൾ തന്നതാ, ഇഷ്ടം പോലെ വിരിഞ്ഞതാ. അപ്പൊ അതിന്റെ വളമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനത് റീപോർട്ടിങ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് രണ്ടുമാണ് എന്റെ, കുറെ ഉണ്ട്. ഇത് രണ്ടും മാറ്റുന്നത് ഞാൻ കാണിച്ചു തരുന്നത്. കഴിഞ്ഞ വർഷം നിറയെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ പൂക്കൾ ഉണ്ടായതാണ്. അപ്പൊ അതിന്റെ വളമൊക്കെ കുറഞ്ഞു, ഈ മണ്ണൊക്കെ കുറച്ച്, എത്ര കരിയിലിട്ടാലും ഒരു കൊല്ലം കഴിയുമ്പത്തിനേക്ക് ഇതാണ്. ഒന്ന് ഇതും ഇത് രണ്ടും കൂടെ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് വലിയൊരു ചട്ടിയിൽ രണ്ടും കൂടെ ഒന്നിച്ചടിക്കുക. എന്നാൽ ഉഷാറിലുണ്ടാവില്ല. ഇഷ്ടംപോലെ ചെടികളുണ്ട്. ഇനി രണ്ടെണ്ണം വെച്ച് ഒന്നിലേക്ക് ആക്കണം, അല്ലാതെ സ്ഥലമില്ല. അപ്പൊ ഞാനിത് മാറ്റുന്നത് കാണിച്ചു തരാം. വലിയ പോട്ട്, ഈ വലിയ പോട്ടിലേക്കാണ് മാറ്റുന്നത്. ഈ വർഷം പോട്ടും പുതിയതാ, ഈ ചെടിയെ പുതിയതാക്കി എടുക്കണം നമുക്ക്. അപ്പൊ ഞാൻ ഇതിൽ നിറയെ കരിയിലൊക്കെ ഇട്ട് നിറക്കട്ടെ. കരിയിലിട്ടാൽ മാത്രമേ മണ്ണ് ഉറക്കാണ്ടൊക്കുള്ളൂ. അപ്പൊ ഞാനിതിൽ കരിയിലിടട്ടെ. ഇതിലേക്ക് കരിയില നിറക്കട്ടെ കേട്ടോ. കരിയില ഞാനിവിടെ കൊണ്ടുപോയി വെച്ചതായിരുന്നു. ഇത് നിറച്ച് മണ്ണിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാ ഉറച്ചു, ചെടികൾക്ക് വേരോട്ടം ഉണ്ടാവില്ല. ഇത് നിറയെ കരിയിലിട്ട് കുത്തിയമർത്തിയാൽ അതിൻ്റെ പച്ചയും വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം വളമൊക്കെ വലിച്ചെടുത്ത് മണ്ണ് വളക്കൂറില്ലാത്ത മണ്ണായി മാറി. അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റുക. പേപ്പറും പോവും, പ്ലാസ്റ്റിക്കും കുപ്പി മാത്രമേ പറ്റായിള്ളൂ. ബാക്കി എല്ലാം ഇതിലേക്ക് മണ്ണായി മാറിപ്പോകും. ഇടയ്ക്കൊന്ന് മണ്ണിട്ട് കൊടുക്കട്ടെ. ഈ ചപ്പൊക്കെ ഒന്ന് മണ്ണായി മാറണല്ലോ, മണ്ണും വളമൊക്കെ ആയിട്ട്. ചാക്കല്ല, പോട്ടായതുകൊണ്ട് സുഖ. അവിടെ ബലത്ത് നിൽക്കും. ചപ്പിലെ കളിക്കുമ്പോ നല്ലോണം ശ്രദ്ധിക്കണം. ഇന്നലെ ഞങ്ങളെ മുറ്റത്ത് ഒരു പാമ്പ്. അതിന് ശേഷം എനിക്ക് ചപ്പില കരിയില എടുക്കാൻ പേടിയാ. ഞാനിത് തോട്ടത്തിൽ നിന്ന് അടിച്ചു വാരി ഇവിടെ കൊണ്ടുപോയി ഇട്ടതാ. എവിടുന്നാണ് ആ പാമ്പ് വന്നത് എന്നറിയില്ല. പൂച്ച കൊണ്ടുവന്നിട്ടതാണോ? ഇനി മണ്ണിടട്ടെ. കുറേ ഇട്ട് കരിയില. വെയിറ്റില്ല, തീരെ വെയിറ്റില്ല. ഇത് കരിയില മാത്രാണല്ലോ. അമർത്തി ഇത് ഒരാഴ്ച മുമ്പായിട്ട് ഇതങ്ങ് അമരും. നമുക്ക് ഈ ചെടിയെ, ഈ പോട്ട് എങ്ങനായാലും ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് അതിൽ കൂട്ടം നിൽക്കൂലട്ടോ, പൊട്ടിപ്പോല. അപ്പൊ നമ്മൾ മാറ്റാൻ ഇങ്ങനെ ചെയ്യാം. ഇതിങ്ങ് പോരും. ഇത് നമുക്ക് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാം. പഴയതൊന്നും വേണ്ട, നമുക്ക് പുതിയ മണ്ണാക്കാം. അതിൽ നിന്ന് വളം ഉണ്ടാവും. ഇതിലൊക്കെ വളം കഴിഞ്ഞതോ ഒന്നും ആവൂല കേട്ടോ. അങ്ങനെ ചെയ്തതിനെ ഒന്നും ആവൂല. വേറെ ഒന്നും പറ്റില്ല. പഴയത് വേണ്ട, ഒക്കെ എല്ലാം പുതിയതാക്കി. ചെടി തന്നെ അങ്ങ് മാറും. ചട്ടി മാറ്റി, മണ്ണ് മാറ്റി. ഉണങ്ങിയതൊക്കെ ഒന്ന് വെട്ടി മാറ്റി. നമുക്ക് അതിൽ വെച്ചെടുക്കാം. കുറച്ച് കഴിഞ്ഞാൽ കാമയത്. ഈ ഒന്നും കൂടെ ഉണ്ട്, രണ്ടും കൂടി ഞാൻ ഒന്നിലടക്കുന്നത്. ഇത് ചെറിയ പോട്ടായിരുന്നു, ഞാൻ വലിയ പോട്ടിലേക്കല്ല മാറ്റുന്നത്.
ചെറിയൊരു മുട്ട് മതി. മുട്ടുമ്പോഴേക്കും അതങ്ങ് നോക്കി ചട്ടിന്റെ ആകൃതിയായി മാറിയിരുന്നു മണ്ണൊക്കെ. എത്ര നനച്ചിട്ടും പാറ പോലെ ആയിട്ട് അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. നനകൊണ്ട് ഇത് എങ്ങനെ പൂട്ടതാ, ഇതിന്റെ പൂട്ടതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. രണ്ടും കൂടെ ഞാൻ ഒരു ചട്ടിയിലേക്കാണ് മാറ്റി. ഞാനിതില് കുറച്ച് മണ്ണിടട്ടെ, പുതിയ മണ്ണ്. ഇതല്ല വളക്കൂറുള്ള മണ്ണാണ്. ഇതില് ഞാന് പച്ചക്കറിന്റെ വേസ്റ്റൊക്കെ അങ്ങിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല കേട്ടോ. ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് ഇതങ്ങ് താവും, ഒന്ന് ഇരിക്കും. നനവൊക്കെ കിട്ടുമ്പോൾ നനക്കുമ്പോ ഈ ബാൾസത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് തീരെ സൂര്യപ്രകാശം നേരിട്ട് തട്ടിക്കൂടാ. അപ്പോഴേക്കും ഇതങ്ങോട്ട് കുഴഞ്ഞിട്ട് ഇഷ്ടം പോലെ പൂക്കൾ തരും, നമ്മളെ സന്തോഷിപ്പിക്കും. നോക്കുന്നതിനനുസരിച്ച് പൂക്കൾ നിറച്ച് പൂന്തോട്ടാവണമെങ്കിൽ ഇവരങ്ങ് വേണം. നിറച്ചും അങ്ങോട്ട് പൂത്തിട്ട് കണ്ണഞ്ചിപ്പിക്കുന്ന കളറും. ഇവര് തണുപ്പ് ഇഷ്ടപ്പെടുന്നവരാ. അപ്പൊ രണ്ടിനും കൂടി ഞാൻ ഒന്നിലാക്കി സ്ഥലമില്ലാതിന്റെ ഇഷ്ടം പോലെ. ഇത് ഞാൻ ചെയ്യാൻ പോലെ എന്താ അറിയോ, ഇതൊന്ന് വെട്ടി മാറ്റുക. മേലങ്ങ് വെട്ടു. സങ്കട, കാരണം നിറയെ പൂക്കളാണ്, മുട്ടും. ഇതൊക്കെ നമുക്ക് വീണ്ടും ബാൾസം ചെടിയാക്കി മാറ്റാം, പുതിയ ചെടികൾ ഉണ്ടാക്കാം. പുതിയ ചെടികൾ ഉണ്ടാക്കണമെങ്കിൽ ഇത് വെട്ടിയത് നമ്മൾ വെള്ളത്തിൽ കുത്തി വെച്ചാൽ ഒരു 2 ആഴ്ച ആകുമ്പോഴേക്കും ഇതിന് വേര് പിടിക്കും. ഇനി ആർക്കെങ്കിലും വേണമെങ്കിലും ഞാൻ എൻ്റെ ഈ വെട്ടിയ പീസ് കൊടുക്കാൻ തയ്യാറാണ്. എനിക്ക് ഇത്ര അധികമൊന്നും വേണ്ട, എനിക്ക് അത്ര വലിയ മുറ്റൊന്നും വേണ്ട. ഞാനിത് അടിയിൽ കരിയിലിട്ട് പുതിയ മണ്ണിട്ട് ആ പഴയ മണ്ണൊക്കെ പോക്കി എല്ലാം വെട്ടി മാറ്റി ഇനി നനച്ച ആളാക്കിയെടുത്ത് ഒരു മാസം ആകുമ്പോഴേക്കും ഇങ്ങനെ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് അങ്ങോട്ട് പൂവിട്ട് നിറക്കും. നമ്മൾ നോട്ടം പോലെ നിൽക്കും, പക്ഷെ അത് വെയിലത്ത് വെക്കാൻ പറ്റൂല. വെയിൽ തീരെ പറ്റാത്ത ചെടിയായത്. ഇനി ബാക്കിയുള്ളത് ഞാൻ വെട്ടുന്നത് കാണിച്ചു തരാം. ഇത് ഞാൻ അതുപോലെ ചട്ടിയിൽ മാറ്റി പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റിയതാണ്. 1, 2, 3, 4, 5, 6, 7 ഇതെല്ലാം ഞാൻ റീപോർട്ടിങ് ചെയ്തതാണ്. ഇനി ഞാനിത് അതുപോലെ അങ്ങ് വെട്ടിയെടുക്കട്ടെ. വെട്ടിയില്ലെങ്കിൽ പുതിയ തളിര് വരില്ല, പഴയതൊക്കെ അങ്ങ് പൂക്കുക. സങ്കട, പൂക്കളായി വെട്ടി പൂക്കുന്നു. ആരാവശ്യപ്പെട്ടാലും ഞാൻ ഇത് കൊടുക്കാൻ തയ്യാറാ. ഒന്ന് കഴിഞ്ഞു. അധികം പൊക്കാനും വിടരുത്. അധികം പൊക്കാനും വിടരുത്. എന്നാൽ ബുഷിയായിട്ട് നല്ല പൂക്കൾ തരും. വെയിലില്ലാന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്കൊക്കെ ഈ ബാൾസം ചെടി വളർത്തുന്ന ബെസ്റ്റാ, നല്ലതാ. കാരണം അതിന് വെയിലേ പറ്റൂല. കാണുമ്പോ സങ്കടമുണ്ട്, നിങ്ങൾക്ക് ഉണ്ടാവും സങ്കടം. പൂക്കളതൊക്കെ നല്ല
എല്ലാം പൂക്കളാ നിറച്ചു. ഒരു മാസം കഴിയുമ്പോ ഞാൻ കാണിച്ചു തരാം. ഇതിൽ പൂക്കള് നിറഞ്ഞിരിക്കുന്നത്. ഞാനിങ്ങനെ ഇതെന്റെ കഴിഞ്ഞ വർഷത്തെ ബാൾസം ചെടികളാണ്. ഇങ്ങനെ പൂവിടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അത് ഇക്കൊല്ല അത് പ്രൂണിങ് ചെയ്തത്. ഇങ്ങനത്തെ ഭംഗിയിലാണ് ഇല കാണാതെ പൂക്കുന്ന ചെടിയാണ് ബാൾസം. ഇതാ ഇതെല്ലാം ഞാൻ എൻ്റെ പഴയ ചെടി വെട്ടിയതാ. പ്രൂണിങ് റീപോട്ടിങ് ചെയ്യുമ്പോൾ ഇതും കൂടി വെട്ടി മാറ്റിയാലേ അത് ശരിയാവുള്ളൂ. നന്നായിട്ട് ഇങ്ങ് പൂക്കൾ ഉണ്ടാവുള്ളൂ. അതൊക്കെ കണ്ടില്ലേ, അതൊക്കെ ഇപ്പോൾ പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റിയതായാണ്. ചട്ടിയല്ല, ചട്ടി പൊട്ടുക. ഇത് കണ്ട വേര്, ഈ വേരിനി വെള്ളത്തിൽ കുത്തിയാൽ അങ്ങ് വലുതായി മുളക്കും. വെള്ളത്തിൽ കുത്തിവെച്ചാൽ മതി. 2 ആഴ്ച കഴിയുമ്പോൾ നല്ല ചെടികൾ ഉണ്ടാവും. ആർക്ക് വേണമെങ്കിലും ഞാൻ കൊടുക്കുമ്പോഴതാ ഇഷ്ടം പോലെ. ഇതാ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം എടുത്ത് വെച്ച് ഇനി വെള്ളത്തിൽ ഇങ്ങനെ കുത്തി വെക്കുക. ഇതും തണലത്തായിരിക്കണം. കുറച്ച് നീളമുള്ള കമ്പ് കുത്തിയട വെച്ചാല് കുത്തി വെച്ചാല് ഉഷാറില്. ഇത് 1 ഏക്കറ തോട്ടത്തിനുണ്ട്. വേഗം പിടിക്കൂ. പക്ഷെ നാട്ടിലെ ആൾക്കാർ കുട്ടികൾക്ക് അവർക്ക് പിടിക്കുന്നത് കാണുന്നില്ല. അവർ വരുമ്പോ ഈ പൂക്കളെ ഭംഗി കണ്ടിട്ട് കൊണ്ടുപോകും. പക്ഷെ പിടിക്കുന്നത് കാണുന്നില്ല. ഇനിയിപ്പോ വയനാട്ടിലെ കാലാവസ്ഥക്ക് ചോദിച്ചതാണോ അല്ലെ എന്റെ നോട്ടത്തിന്റെ പവറോ എന്താ അറിയില്ല. ഇവിടെ നന്നായിട്ട് കൂടുന്നു. ഒരു നേരെ ഞാൻ നനയ്ക്കുന്നു. പദ്ധതി വെള്ളം വരുമ്പോ ഞാൻ അപ്പോൾ ഇത് കണ്ടില്ലേ എല്ലാവരും. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബും ലൈക്കും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.